ണോ യാത്രകളൊരു ചരിത്രപരമായ അന്വേഷണം കൂടിയാണ്. അപ്പോൾ പോയ രാജ്യങ്ങളിൽ ഹിസ്റ്റോറിക്കലി നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള ഒരു രാജ്യം ഏതാണ്? അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ്? ചരിത്രപരമായി നോക്കുമ്പോൾ അതുപോലെ ഒരു വിജ്ഞാന കുതുകിയാണെങ്കിൽ, ഒരു സഞ്ചാരപ്രിയനാണെങ്കിൽ ശരിക്കും സന്ദർശിക്കേണ്ട ഒരു രാജ്യം ഈജിപ്താണ്. ഈജിപ്ത് എന്ന് പറഞ്ഞാൽ അതിശയങ്ങളുടെ ഒരു കലവറയാണ്. പഴമയും പുതുമയും അണിനിരന്ന സ്ഥലം. 5000 വർഷത്തെ സംസ്കൃതി നമുക്കവിടെ കാണാൻ കഴിയും. വേറെ നമ്മൾ ഏത് നാട്ടിൽ പോയാലും ഇതുപോലെ സംസ്കൃതി നമുക്ക് കാണാൻ കഴിയില്ല. 5000 കൊല്ലത്തോളമുള്ള വസ്തുനിഷ്ഠമായ ചരിത്രമാണ് ഈജിപ്തിൽ. ഇപ്പം നേരത്തെ പറഞ്ഞാൽ അമേരിക്കക്ക് 500 കൊല്ലത്തിൻ്റെ ചരിത്രമല്ല. അതുകൊണ്ട് അമേരിക്കൻ ഹിസ്റ്ററി വളരെ എളുപ്പമാണ്. കാരണം ആകെ അടുത്ത കാലത്തേ ഉള്ളൂ. ഒരു 500 കൊല്ലം മുമ്പത്തെ പ്രീ ഹിസ്റ്ററി അവിടെ വളരെ ഇതാണ്. എന്നാൽ അന്ന മാതിരിയല്ല. ഈ ഈജിപ്ത് എന്ന് പറഞ്ഞാൽ 5000 കൊല്ലം, BC 4000 കൊല്ലം എന്ന് പറഞ്ഞപ്പോൾ 6000 കൊല്ലമായില്ലേ. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്ന് അവിടെ ഉണ്ട്. അതിൽ ഏറ്റവും പഴക്കമുള്ളൊരു അവശിഷ്ടം ആണ് നമ്മൾക്കൊക്കെ അറിയാവുന്ന പിരമിഡ്. അത് ഈജിപ്തിൽ കൈറോ നഗരത്തിൽ ജീസ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കുഫു, മെനസിസ്, ചേഫ്രൻ, ഇങ്ങനെ 3 രാജാക്കന്മാരുടെ ഒക്കെ BC 2000 അങ്ങേപ്പുറമുള്ളവരാണ്. അവരുടെ മൃതശരീരം അടക്കം ചെയ്ത ഒരു വലിയ സംവിധാനമാണ് ഈ പിരമിഡ് എന്ന് പറയുന്നത്. അത് ഒരു ലോകാത്ഭുതങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അത്ഭുതം തന്നെയാണ്. കാരണം അതിൻ്റെ ഓരോ കല്ലുകൾ എത്രയോ ടൺ കണക്കിൽ ഭാരമുള്ളതാണ്. അതും തന്നെ ഒരു 100 നില ബിൽഡിങ്ങിൻ്റെ ഉയരത്തിനേക്കാൾ കൂടുതലുണ്ട്. അത് ഇത്രയും ഉയരത്തും ഈ കല്ലുകൾ അക്കാലഘട്ടത്തിൽ അതൊന്ന് ചെരിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. എങ്ങനെ വെച്ചു എന്നുള്ളത് വലിയൊരു അതിശയമാണ്. പിന്നെ അതിൻ്റെ അകത്തളത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള സംവിധാനങ്ങൾ, അതൊക്കെ ഒരു വലിയ സംഭവമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈജിപ്തിലുണ്ടായത് സ്റ്റെപ്പ് പിരമിഡാണ്. രണ്ടാമതാണ് ഈ പറഞ്ഞ ഇതുണ്ടായത്. മൂന്നാമതും അവിടെ ഒരു പിരമിഡ് ഉണ്ട്. പിരമിഡുകളുടെ നഗരം തന്നെ ഉണ്ട്. ആ പിരമിഡ് എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിലാണ്. അത് അൽ-ലുക്സുർ എന്ന് പറയും. ഈജിപ്തിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ ദൂരെയാണ് അൽ-ലുക്സുർ. ലക്സർ ഇംഗ്ലീഷ് പറയും, അൽ-ലുക്സുർ എന്ന് അറബിയിലും പറയും. അത് ലോകത്ത് ഒരാൾ ഈജിപ്ത് കണ്ടു, ലുക്സുർ കണ്ടില്ലെങ്കിൽ ഈജിപ്ത് കണ്ടില്ല എന്നാണ്. കാരണം അവിടെ ഒരു മല, റോയൽ രാജകീയ ശ്മശാന, അതെന്താ ഒരു മലയാണ്. ആ മലൻ്റെ ഉള്ളിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ട് അടിയിലിങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ വിശാലമായ, അതായത് ജീസയിലുള്ള പിരമിഡിൻ്റെ അകത്തളം എങ്ങനെയാണോ എങ്കിൽ അതേമാതിരി ഉണ്ടാക്കിയ മല തുരന്നിട്ട് അതിൽ 67 എണ്ണം ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് ഒരു വർഷം മുമ്പ് ഒരു കണ്ടുകിട്ടി. ഇതിൽ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തളത്തിൽ ചെന്നാൽ കാണാൻ കഴിയും 5 റൂംസാണ്. അത് സെൻറ്റർ ഒരു റൂമുണ്ടാവും. ആ റൂമിലാണ് ഈ കാരണം ആ ഡെഡ് ബോഡി വെച്ചിട്ടുണ്ടാകുക. അതൊരു വലിയ ചില്ലിൻ്റെ കൂട്ടിൽ ഇങ്ങനെ വെച്ചിട്ട്, അന്ന് ചില്ലിൻ്റെ കൂടെ ഇപ്പം അങ്ങനെയുള്ളതാണ്, അതിൽ വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഭയങ്കര അത്ഭുതങ്ങളാണ്. അതിൻ്റെ ആ നിർമ്മിതിയൊക്കെ ഭയങ്കര അത്ഭുതമാണ്. അതിൽ അന്ന് ഉണ്ടാക്കിയ ഛായാചിത്രങ്ങൾ ഇന്നും ഉണ്ട്. അതാണ് ഏറ്റവും വലിയ രസം. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കാൻ പാടില്ല. കാരണം ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെങ്കിലും രശ്മികൾ പെട്ടു എന്നുള്ളവർക്ക് ഭയങ്കര അതിശയമാണ്. എന്നിട്ട് 5 റൂംസിൽ എന്താന്ന് പറഞ്ഞാൽ അത് ഈ മമ്മിഫിക്കേഷനുമായി ബന്ധപ്പെട്ട, അതായത് മമ്മിഫിക്കേഷന് തലച്ചോറ് അതുപോലുള്ള ഭാഗങ്ങളൊക്കെ ഒഴിവാക്കണം. അപ്പോൾ ഒഴിവാക്കിയതൊരു പാത്രത്തിൽ വെക്കും, അത് വെക്കാനുള്ള റൂം. അങ്ങനെ ഒരുപാട് കഥകൾ ഉള്ള ഒന്നാണത്. അതിൽ അവരുടെ ആഭരണങ്ങൾ, അവരുടെ എല്ലാ സാധനങ്ങളും വെക്കും. ഇത് വെച്ചൊക്കെ അടച്ചാൽ ഇവിടെ ശ്മശാനം അടക്കം ചെയ്തിരിക്കുന്നു അറിയേയില്ല. അതായത് നേരെ മലയല്ല, അങ്ങോട്ട് പിന്നെ മണ്ണും കിട്ട് മൂടിയാൽ കഴിഞ്ഞല്ലോ. അങ്ങനെ ഞാൻ 2-3-4 എണ്ണത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നോക്കുമ്പോൾ ഞാൻ എണ്ണി നോക്കി 168 സ്റ്റെപ്പാണ്. 168 സ്റ്റെപ്പ് അടിയിൽ ഇറങ്ങിയപ്പോഴാണ് ഉള്ളിലാണ്. എല്ലാം അങ്ങനെ കുറേ ഇറങ്ങണം. അപ്പോൾ 2-3-4 ഇറങ്ങിയ കയറിയപ്പോൾ പിന്നെ കാലൊക്കെ എല്ലാവർക്കും കടഞ്ഞ് എല്ലാവരും നിർത്തി. അപ്പോൾ അത് ഭയങ്കര അതിശയം. അത് എന്താന്ന് പറഞ്ഞാൽ ഇതിലുള്ള സ്വർണ്ണാഭരണങ്ങളും അതുപോലെ അമൂല്യമായ പല വസ്തുക്കളും ഒക്കെ കട്ടുകൊണ്ടുപോയിട്ടുണ്ട്. അത് ഈ ശ്മശാനത്തിൽ അടക്കിയോലെ തന്നെ ചിലപ്പോൾ കട്ടിട്ടുണ്ടാവും. ഏതായാലും കക്കാതെ കിട്ടിയ ഒരേ ഒന്നുണ്ട്. അത് തൂത്തൻ ഖാമൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ. അയാൾ 19 വയസ്സിൽ മരിച്ച ആളാണ് ഈ തൂത്തൻ ഖാമൻ. അങ്ങനെ ഇയാളുടെ ഇത് ആരും തുറക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ 1924 തുറന്നത്. അത് തുറന്നപ്പോൾ 5000 സ്പേസസ് അതിന് കിട്ടി. 5000 വസ്തുക്കൾ ഈ ഖബറിന്ന് കിട്ടി. ആ വസ്തുക്കളാണ് ഇന്ന് ഈജിപ്തിലെ കൈറോവിലെ ലിബർട്ടി മ്യൂസിയത്തെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്നത്.
അതായത് ലിബർട്ടി മ്യൂസിയത്തിൽ കാര്യമായി നമുക്ക് കാണാൻ കഴിയുക 110 കിലോ സ്വർണം കൊണ്ടുള്ള ഒരു പാത്രം, അതിലാണ് ഇയാളെ ശവം വീഴ്ചിട്ടുള്ളത്, അടക്കം ചെയ്തിട്ടുള്ളത്. പിന്നെ അങ്ങനെ അതിൻ്റെ മേലെ ഓരോ പെട്ടിക്കുമോളെ പെട്ടി ഭയങ്കര പെട്ടി, ആ പെട്ടികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഒരു പെട്ടിൻ്റെ ഉള്ളിൽ ഒരു പെട്ടി, അവസാനത്തെ പെട്ടിയാണ് 110 കിലോ സ്വർണം കൊണ്ടുള്ള പെട്ടി. അത് ഈ ലുക്സറിൽ നിന്ന് കിട്ടിയതാണ്, ഈ തൂത്തൻഹാമൻ്റെതാണത്. അതുപോലെ തന്നെ അതിൽ ഒരു 11 കിലോ ഉള്ള ഒരു സ്വർണത്തിൻ്റെ ഒരു മുഖാവരണമുണ്ട്. ഈജിപ്ഷ്യൻ നാണയത്തിൻ്റെ പുറത്തൊക്കെ അതാണ് കൊടുത്തിരിക്കുക. ഇനി അവിടുത്തെ റിങ്കിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുക ഈ മുഖാണ്, അതായത് അതിൻ്റെ മുഖാവരണം. അതിന് 11 കിലോ സ്വർണ്ണം. അതും ഇപ്പോൾ അവിടെ ഈ ലിബർട്ടി മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. അതേസമയത്ത് തൂത്തൻഹാമൻ്റെ ഡെഡ് ബോഡി കിടക്കുന്നത് ഈ ലുക്സറിലുമാണ്. അവിടെ ഡെഡ് ബോഡി മാത്രമുണ്ട്, വേറെ ഉള്ളിടത്തൊന്നും ഡെഡ് ബോഡി ഇല്ല. ആ ഡെഡ് ബോഡിയൊക്കെ ഈജിപ്തിൽ കൊടുക്കണം, അധിക ഡെഡ് ബോഡികളും. 11 ഡെഡ് ബോഡികൾ റോയൽ മമ്മി ഹാൾ എന്ന് പറഞ്ഞിട്ട് ലിബർട്ടി മ്യൂസിയത്തിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ കർണക്ക് എന്ന് പറഞ്ഞിട്ട് ലക്സറിലൊരു ക്ഷേത്രമുണ്ട്. അത് 3000 BC 3000 ഉണ്ടാക്കിയ ക്ഷേത്രമാണ് കർണക്ക് ക്ഷേത്രം. അതിൻ്റെ പില്ലുകളൊക്കെ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒരു മനുഷ്യന് എന്നല്ല, ഒരിക്കലും അത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഭയങ്കര പില്ലറുകളാണ്. അതാണ് ലുക്സറിലുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള ചരിത്രാന്വേഷികൾക്ക് അതൊന്ന്, പിന്നെ പ്രകൃതി ഭംഗി കൊണ്ടുള്ള മറ്റൊന്ന്, രണ്ടാമത് മഹാന്മാരായ മഹത്തുക്കളായ ഇമാമിയങ്ങളുടെ ഒരു നീണ്ട ശൃംഖലയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അടക്കമുള്ള നിഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അടക്കം, അങ്ങനെ നമ്മുടെ കിതാബിൻ്റെ മുസന്നിഫീങ്ങളായ അത്താഉല്ലാ സിക്കന്ദരി, അബുൽ അബ്ബാസ് മുർസി, അതുപോലെ മക്കീനുദ്ദീൻ അസ്മർ, താവൂസ്, യാഖൂത്തുൽ അർഷി, അതുപോലെ പിന്നെ ഷെയ്ഖ് ഷാദുലി തങ്ങളുടെ നേരെ ശിഷ്യനായിരുന്ന അബുൽ അബ്ബാസ് മുർസി എന്ന് മാത്രമല്ല ഷാദുലി തങ്ങൾ തന്നെ ഈജിപ്തിൽ, അതും തന്നെ പണ്ട് പോകാൻ വലിയൊരു പ്രയാസമുള്ള സ്ഥലമാണ്. അത് ഹുമൈസറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൈറോന്ന് 1000 കിലോമീറ്റർ ദൂരെ, ഷറം ഷെയ്ഖിൽ തന്നെ 450 കിലോമീറ്റർ ഉണ്ട്. ഈ ഹുമൈസറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വിജനമായ ഒരു ഏകാന്തമായ സ്ഥലത്താണ് ഷെയ്ഖ് ഷാദുലി തങ്ങളുടെ മഖൂറ. അപ്പോൾ അതുകൊണ്ട് ഒരു പുണ്യം നേടി പോകേണ്ട ആളുകൾക്ക് അതുമുണ്ട്, ഹിസ്റ്റോറിക്കലി ആയിട്ട് അതുമുണ്ട്. പള്ളിയാണെങ്കിൽ ലോകത്തുള്ള വലിയ വലിയ പള്ളികൾ ഒക്കെ ഒരുപാട് ഈജിപ്തിലുണ്ട്. പൗരാണികമായ പള്ളികൾ, പ്രൗഢമായ പള്ളികൾ എല്ലാം ഈജിപ്തിലുണ്ട്. അപ്പോൾ ആ ഏതൊരു രീതിയിൽ നോക്കുകയാണെങ്കിലും ഈജിപ്ത് എന്ന് പറഞ്ഞാൽ നമുക്കത് കാണേണ്ടത് തന്നെയാണ്. ഇപ്പോൾ തന്ത, ദസൂക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെയാണ് അഹമ്മദ് ബദവി, അതുപോലെ ഇബ്രാഹിം ദസൂക്കി, ഇങ്ങനെയുള്ള ഒരുപാട് മഹാന്മാർ. അലക്സാണ്ട്രിയയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ അബുൽ അബ്ബാസ് മുർസി അടക്കമുള്ള മഹാന്മാർ. അപ്പോൾ അലക്സാണ്ട്രിയ നഗരം എന്ന് പറഞ്ഞാൽ തന്നെ മക്ബറകളുടെ നഗരം, മെഡിറ്ററേനിയനോട് ഇങ്ങനെ ചേർന്നിരിക്കുന്നതാണ്. അപ്പോൾ ഭയങ്കര അതിശയമായ സ്ഥലമാണ് ഈജിപ്ത്, എല്ലാം കൂടി സമന്വയിച്ച ഒരു സ്ഥലം. ഒരുപാട്, അതായത് ഈ അമവിയ ഭരണ കാലഘട്ടത്തിൽ അഹ്ലു ബൈത്ത് വളരെ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നു. അവർക്ക് പ്രത്യേകിച്ചും ഈ ഗർബല യുദ്ധത്തിന് ശേഷം അവർ മുഴുവനും പിന്നെ കുടിയേറിയത് യഥാർത്ഥത്തിൽ ഈജിപ്തിലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 6ാം തലമുറയിൽപ്പെട്ട റുഖിയ, സൈനബ, ഇങ്ങനെ ഒരുപാട് മഖ്ബറകളുണ്ട് ഈജിപ്തിൽ. ആയിഷ, നമ്മൾ ചില ആൾക്കാർ വിവരമില്ലാതെ പറയാം അവിടെ ആയിഷ ഇവിടെ ഉണ്ടോ. ആയിഷ എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ 6ാമത്തെ പേരക്കുട്ടിയാണ്. നഫീസത്തുൽ മിസ്രി അങ്ങനെ തന്നെയാണ്. 5ാമത്തെയും 6ാമത്തെയും തലമുറയിൽപ്പെട്ട ഒരുപാട് ആളുകൾ. അതുപോലെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറക്കാത്ത ചില മക്കൾ, അവരൊക്കെ മക്ബറുകൾ അവിടെ ഉണ്ട്. അത് ഈ പ്രത്യേകിച്ചും ഈ അമവിയ ഭരണ കാലഘട്ടത്തിൽ അഹ്ലു ബൈത്തിന് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ അതിന് ഇവർക്ക് അഭയം നൽകിയത് യഥാർത്ഥത്തിൽ ഈ ഈജിപ്തുകാരായിരുന്നു. അതുകൊണ്ടാണ് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിൻ്റെ സമകാലികനാണ്. ഷാഫി ഇമാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സന്ദർശിച്ചിരുന്നു. ഷാഫി ഇമാം വഫാത്തായപ്പോൾ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചിരുന്നു. ഇപ്പോഴും ഇന്ന് അവിടെ ഒരു പരിപാടിയുണ്ട്. കൈറോവിൻ്റെ പരിസര പ്രദേശത്ത് ആര് മരണപ്പെട്ടാലും ഈ നഫീസത്തുൽ മിസ്രി അന്ത്യവിശ്രമം കൊണ്ടുവന്ന് ആ പള്ളിയിൽ കൊണ്ടുവരും, അവിടുന്നാണ് മയ്യത്ത് നിസ്കരിക്കുക. അങ്ങനത്തെ ഒരു പരിപാടി ഇപ്പോഴും ഉണ്ട് അവിടെ. അപ്പോൾ അവരെ മദീനയിലാണ് ഭർത്താവുള്ളത്, മദീനയിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണിക്കുക ചെയ്തത് നഫീസയെ അവിടെ തന്നെ ഇടുക. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ തന്നെ മറവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പുണ്യമുള്ള ഒരു നാടാണ്. പിന്നെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയെ പറ്റി നമുക്ക് പറയാമല്ലോ. അതുപോലെ തന്നെ ഹുസൈനിയിൽ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ ശിരസ്സുണ്ട്. അവിടെ എപ്പോഴും സുബൈ കഴിഞ്ഞാൽ ഖുർആൻ പാരായണം, അതുപോലെയുള്ള ഒരുപാട് പരിപാടി, ക്ലാസ്സുകളും ഒക്കെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്ന നാടാണ്. മഖ്ബറകൾക്ക് എണ്ണല്ല. അതുപോലെ ചരിത്ര അവശിഷ്ടങ്ങളും എല്ലാം കൂടി ഒത്തണങ്ങിയ ഒരു നാടുണ്ടെങ്കിൽ ലോകത്ത് ഈജിപ്താണ്. പ്രകൃതി ഭംഗി കൊണ്ടും മോശമൊന്നുമില്ല, ഒരുപാട് സ്ഥലം. അതായത് നെയിലിൻ്റെ തീരം വളരെ ഭംഗിയാണ്. അതേസമയം നെയില് എത്ര കണ്ട് അകലുന്നോ അത്ര കണ്ട് മരുഭൂമിയായി മാറും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ ഹുമൈസറയിൽ
ഞാൻ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ കൂടെയാണ് നമ്മൾ പോയത്. അപ്പോൾ മൈസറയിൽ പോയപ്പോൾ വെറും വിജന പ്രദേശങ്ങളാണ്. ഒന്ന് രണ്ട് അതിൻ്റെ അടിയിൽ പോകുന്ന സ്ഥലത്ത് ഷറം ഷെയ്ഖ്, അതുപോലെയുള്ള മിർസി, ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഒരു 200ഓളം കിലോമീറ്റർ ഒരു ചായക്കട പോലും ഇല്ല. അങ്ങനത്തെ വിജനമായ പ്രദേശങ്ങളാണ്. അപ്പം അങ്ങനത്തെ ആ ഒരു ഇതുകൊണ്ട് ലൗല നെയിൽ മിസർ ല കാനത്ത് മിസർ സഹറാ കാഹിലാണ്. നെയിൽ നദി ഈജിപ്തിലില്ലായിരുന്നെങ്കിൽ മിസർ വെറും ഒരു മരുപ്രദേശമായി മാറുമായിരുന്നു. പിന്നെ കായകനികൾ ധാരാളമായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സവിശേഷതകൾ, പറഞ്ഞാൽ അറിയിക്കാത്ത സവിശേഷതകളുള്ള നാടാണ് ഈജിപ്ത്. നമ്മൾ പലപ്പോഴും ചില ആളുകൾക്കൊക്കെ ധാരണ ഉണ്ട് ഈജിപ്തുകാരുടെ സ്വഭാവം വളരെ മോശമാണ്. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ UAE-യിലോ ഖത്തറിലോ ഒക്കെ വല്ല ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന ചില ആളുകളുടെ സ്വഭാവം മോശമായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, വളരെ സൗമ്യശീലരാണ്, വളരെ നല്ല മനുഷ്യന്മാരാണ്. നമ്മൾ അങ്ങനെയൊന്നും ഒരാളെ പറ്റി മോശമെന്ന് പറയാൻ പറ്റൂല. അതിപ്പോൾ മനുഷ്യൻ്റെ നന്മക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ജാതിയും മതവും വർഗവും ഒന്നും ഒരു വിഘാതമല്ല. ചിലപ്പോൾ നമ്മൾ മറ്റ് മതത്തിൽപ്പെട്ട ചില ആളുകൾ പോലും നമ്മളെ മതത്തിൽപ്പെട്ട ആളുകൾ പെരുമാറുന്നതിനേക്കാൾ വളരെ നന്നായി നമ്മോട് പെരുമാറാറുണ്ട്. എന്നതുപോലെ ഈജിപ്തുകാർ മോശമാണ് അല്ലെങ്കിൽ മറ്റൊരു മോശമാണ് എന്ന് നമ്മൾ വിധി ചെയ്തത് ശരിയല്ല. ഈജിപ്തിൽ നമ്മൾ അനുഭവിച്ചതനുസരിച്ച് ഒരിക്കലും ഒരാളോട് ഒരു വഴി ചോദിച്ചപ്പോൾ അയാൾ വഴി പറഞ്ഞു തരല്ലേ, ഇത് കൂടെ വരിക, ഇത് 1 കിലോമീറ്റർ നടക്കണം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ദസൂക്കിന്ന് അലക്സാണ്ട്രിയക്കുള്ള ട്രെയിൻ എപ്പോഴാണ് കിട്ടുക, എന്താ ഏതാണ്. അയാൾ കൂടെ വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററോട് ചോദിച്ചു എപ്പോഴാണ് രാവിലെ. 6:15 എന്നിട്ട് അയാൾ പിരിഞ്ഞു പോയി. ഇങ്ങനെ ഒരു മനുഷ്യന്മാരെ നമ്മളോട് കാണുമോ? അതുപോലെ ഒരുപാട് സാധുക്കളും പാവങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷെ എന്തായാലും നല്ല സൗമ്യശീലത അവർക്കുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാരുണ്ടാവും. അതിപ്പോൾ എവിടെ ഉണ്ടാകണതല്ല. അത് അവരെന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് വിദ്യാഭ്യാസമുള്ളവരും കുറച്ച് ഉദ്യോഗസ്ഥ മേധാവിത്വമുള്ള ആളുകളൊക്കെ ഈ കാര്യം അതുകൊണ്ടുള്ള പെരുമാറ്റമായിരിക്കണം. എനിക്കൊക്കെ അനുഭവങ്ങളുണ്ട് ഈജിപ്തിൽ നിന്ന് UAE എന്നൊക്കെ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈജിപ്തുകാരെ. പക്ഷെ അത് ആ നാടിൻ്റെ സ്വഭാവമല്ല. നാടിൻ്റെ സ്വഭാവം വളരെ വിനയാണ്.